പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണത്തിൽ നിലപാട് മാറ്റി മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. സ്റ്റാഫുകളെ കുറയ്ക്കുമെന്ന് താൻ പറഞ്ഞില്ലെന്നും അർഹതയുള്ളവരെയാണ് നിയമിച്ചതെന്നും കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. 17 പേഴ്സണൽ സ്റ്റാഫുകളെ അനുവദിച്ചാണ് ഇന്ന് ഉത്തരവിറങ്ങിയത്. നേരത്തെ 2 പേരെ നിയമിച്ചിരുന്നു. ഇതോടെ ആകെ പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം 19 ആയി. ആര് പ്രഖ്യാപിച്ചു? ഞാൻ പറഞ്ഞില്ല. ആരോടാ പറഞ്ഞു? എടുത്തുകൊണ്ടിരാണ് പറഞ്ഞത്. ഒരു ചെറിയ പാർട്ടിയാണ്. ഒരു മന്ത്രി അധികാരത്തിൽ വരുമ്പം പേഴ്സണൽ സ്റ്റാഫൊക്കെ അവർക്കല്ലേ കിട്ടത്തുള്ളൂ. പേഴ്സണൽ സ്റ്റാഫിൽ പാർട്ടിക്കാരെല്ലാത്ത ആരെങ്കിലും വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അതൊന്നും പറഞ്ഞ എനിക്ക് സർക്കാർ വീടെടുത്തില്ല, വേറെ ചിലവുകളൊന്നുമില്ല, യാത്രയൊന്നും പോകുന്നില്ല, അത്രയൊക്കെ പറ്റൂ. പിന്നെ പേഴ്സണൽ സ്റ്റാഫ്, അർഹതപ്പെട്ട പേഴ്സണൽ സ്റ്റാഫ് എല്ലാം മന്ത്രിമാരും എടുത്തുണ്ട്. ഞാൻ കുറച്ചെടുത്താൽ അവരെ കളിയാക്കുന്നൊന്നുമില്ലേ. എനിക്കുള്ളതെന്നൊരു വീടുള്ളതുകൊണ്ടാണ് അവിടെ താമസിക്കുന്നത്. അതില്ലായിരുന്നെങ്കിൽ ഞാനും സർക്കാർ വീട്ടിൽ താമസിച്ചേനെ. അത്രയേ ഉള്ളൂ. അതിന് ആ നിലയ്ക്ക് ഉണ്ടാൽ മതി. സലിം മാലിക് നൽകും തിരുവനന്തപുരത്തും അതിന്റെ കൂടുതൽ വിവരങ്ങൾ. സലിം, മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ പ്രതികരണത്തിൽ നിന്നും നേരത്തെ അത്തരമൊരു കാര്യം പറഞ്ഞിട്ടില്ല, പേഴ്സണൽ സ്റ്റാഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല, അങ്ങനെ ആരും പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മന്ത്രി പറയുന്നു. 2-ൽ നിന്നും 19 പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം, അതൊരു വലിയ വർധനമാണ്. എന്താണ് മന്ത്രിയുടെ വിശദീകരണം? പ്രജിൻ, മുൻപ് ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ 23 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഗണേഷ് കുമാർ മന്ത്രിയാകുന്നതിന് തൊട്ട് മുൻപ് തന്നെ പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണത്തിൽ കുറയ്ക്കും, അത് സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് സ്റ്റാഫുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകുമെന്ന് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ ആ നിലപാട് തിരുത്തുകയാണ്. താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. മാത്രമല്ല, പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. മന്ത്രിയായതിന് തൊട്ടു പിന്നാലെ തന്നെ 2 പേഴ്സണൽ സ്റ്റാഫുകളെ നിയമിച്ചുകൊണ്ട് പൊതുഭരണ വകുപ്പിൽ നിന്ന് അനുമതി നിയമിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ 17 പേരെ കൂടി നിയമിച്ച് ഉത്തരവിറങ്ങിയിട്ടുണ്ട്. ഇതോടുകൂടി തന്നെ പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം 19 ഉയർന്നിട്ടുണ്ട്. മാത്രമല്ല, 3 പേരെ കൂടി നിയമിക്കാനുള്ള ഒരു ഉത്തരവ് പൊതുഭരണ വകുപ്പിൽ നിന്ന് ഉടൻ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ ഈ പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം 22 ഉയരുന്ന ഒരു സാഹചര്യവുമുണ്ട്. മാത്രമല്ല, മുൻപ് ഗതാഗത മന്ത്രിയായിരുന്ന ആന്റണി രാജുവിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്ന മുഴുവൻ അംഗങ്ങളെയും മാറ്റി പുതിയ അംഗങ്ങളെയാണ് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. 2.5 വർഷം പൂർത്തിയാക്കിയതുകൊണ്ട് തന്നെ അവർക്ക് പെൻഷനുള്ള അർഹത കൂടിയുണ്ട്. അങ്ങനെ സർക്കാരിന്റെ ഖജനാവിന് ഇരട്ടി ചിലവായി മാറുന്ന ഒരു സാഹചര്യം ഈ ഘട്ടത്തിലുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ മന്ത്രിയുടെ തന്നെ സ്വന്തം ജില്ലയിൽ നിന്നാണ് പരമാവധി ആളുകളെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു CPIM നേതാവുണ്ട്. മറ്റ് പരമാവധി പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളും സ്വന്തം ജില്ലയിലുള്ള കേരള കോൺഗ്രസ് ബി പാർട്ടിയിൽ പെട്ട പ്രവർത്തകർ കൂടിയാണ് എന്നുള്ളത് കൂടിയാണ്. ഇപ്പോൾ തൻ്റേതൊരു ചെറിയ പാർട്ടിയാണെന്നും അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരാൾ മന്ത്രിയാകുമ്പോൾ, താൻ മന്ത്രിയാകുമ്പോൾ മാത്രമാണ് അവർക്ക് എന്തെങ്കിലും പദവി കിട്ടുന്നത്. അതുകൊണ്ട് അവർക്ക് അർഹതപ്പെട്ടതല്ലാത്ത ഒരാളെയും നിയമിച്ചിട്ടില്ല, അർഹതപ്പെട്ടവരെ തന്നെയാണ് നിയമിച്ചത് എന്നുള്ളതാണ് മന്ത്രി ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത്. പ്രജിൻ, സലിം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്.